ഒരു ഭയപ്പെടാവുന്ന രീതിയിലുള്ള പരിക്കുകൾ ആർക്കുമില്ല. സാർ, മറ്റൊരു കാര്യം, ഈ ഡ്രൈവർ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഡ്രൈവർ ചികിത്സയിലുണ്ട്, ഗോകുലം ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതെ, ഈ നെടുമങ്ങാട് ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിൽ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജിലല്ല, അയാൾ ഗോകുലം ഹോസ്പിറ്റലിൽ ചികിത്സയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരെ അയച്ചു. അതെ, ഡ്രൈവർ ചികിത്സ തേടിയിട്ടുണ്ട്. ഗോകുലം ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. അത് പരിശോധിക്കുന്നതിനും കൂടുതൽ അന്വേഷിക്കുന്നതിനായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥരെ പോയിട്ടുണ്ട്. ആരുടെയാണ്? ഡ്രൈവർ അരുൺ എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള പേര്. കിട്ടിയിട്ടുണ്ട് അരുൺ. ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പ്രാഥമിക വിവരം ഓവർ സ്പീഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ അന്വേഷിക്കണം. ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകിയത് പ്രധാനമായിട്ടും ഇവിടുത്തെ പൊതുജനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെയാണ്. പോലീസിനോട് അവർ നല്ലോണം സഹകരിച്ച്, പോലീസിനോടും ഫയർഫോഴ്സിനോടും ഒക്കെ അവർ നല്ലോണം സഹകരിച്ച് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഡ്രൈവർ അരുൺ ഗോകുലം ആശുപത്രിയിലാണ് ചികിത്സ തേടിയിട്ടുണ്ട് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപകടത്തിൽ ഡ്രൈവറെ കാണാനില്ല എന്നൊരു സൂചനയുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടി എന്നുള്ള വിവരമാണ് വരുന്നത്. എന്തായാലും ഈ അപകടത്തിൽ വലിയ ഒരു ആഘാതത്തിൽ തന്നെയാണ്. അപകടത്തിന്റെ ആഘാതം വളരെ വലുതാണ്. ഒരു മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പരിക്കേറ്റ മറ്റുള്ള എല്ലാ ആളുകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും അതേപോലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 26 പേരാണുള്ളത്. നമുക്ക്